എൻ്റെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ സുഹൃത്തത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ആത്മാക്കൾ പറയാൻ ബാക്കി ഞാനല്ലത് എഴുതിയത്, എൻ്റെ മനസ്സ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് എന്ന് ഞാൻ പറയും. പക്ഷെ സിസ്റ്റത്തിൽ കോപ്പി ചെയ്തിട്ട ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇല്ല. ആ പെൺകുട്ടിയുടെ പേരാണ് ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ പേര് ബിന്ദു പത്മനാഭൻ എന്നാണ്. ആ നാട്ടുകാർക്ക് മുഴുവൻ സെബാസ്റ്റിനെ തന്നെ ആയിരുന്നു സംശയം. എൻ്റെ ഫീലിങ്സുകൾ, എൻ്റെ തിരിച്ചറിവുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എൻ്റെ ശിവയോഗിയുടെ തുടക്കമാണ് എനിക്ക് മുന്നേ കാണിച്ചു തരിക. സത്യമായിട്ടായിരിക്കും ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ചിന്തകളിലാണ്. ഞാനിതൊന്നും വിശ്വസിക്കുന്ന ആളല്ലെന്നേ. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൽ ഒന്നും കള്ളമായിട്ട് എഴുതി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രോഹിത്താണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തുന്നത്. രോഹിതേട്ടാ, പറയും. ഞാൻ രോഹിതേട്ടന്റെ ബുക്ക് വായിക്കുന്നത് ഈ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടാണ്. രോഹിതേട്ടന്റെ ആ കവർ പേജിനോട് തോന്നിയ ഒരു അട്രാക്ഷൻ എന്തായിരിക്കും അതെന്ന് തോന്നിയിട്ട് ആണ് ആ ബുക്ക് വേണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ വരുന്നതും വായിക്കുന്നതും ഒക്കെ. ആദ്യം എനിക്ക് തോന്നിയത് എന്താണ് അങ്ങനെ ഒരു ടൈറ്റിൽ. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിന്റെ ടൈറ്റിലേക്ക് എത്തിയതിന്റെ കാര്യം ഞാൻ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. വൈറ്റ് സ്വാനും ഞാനുമായിട്ടുള്ള ബന്ധം അത് വളരെ വലുതാണ്. സിവി ചേട്ടനോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സിവി ചേട്ടാ എൻ്റെ ബുക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് തരണേ എന്നുള്ളത്. പക്ഷെ ഇത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഗ്രീഷ്മയും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഗ്രീഷ്മയ്ക്കൊപ്പം ഇരിക്കാൻ, പുസ്തകം വായിച്ച ഒരാൾക്കൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒറ്റ സ്ട്രെച്ചിൽ വായിക്കാൻ തോന്നിയ ഒരു ബുക്കായിരുന്നു. അങ്ങനെ വളരെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു ബുക്ക് അങ്ങനെ വായിക്കുന്നത്. ഈ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിന്റെ വായനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഗ്രീഷ്മയെ കണ്ടു. ഞാനായിട്ട് ആഡ് ചെയ്തതല്ല, അല്ലാതെ തന്നെ ഗ്രീഷ്മ അതിൽ അംഗമാണെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ പുസ്തകം കൊടുത്തവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് തന്നെ അംഗങ്ങളാവുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. ഞാൻ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മേലില എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറം, മേലില എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറിൻ്റെയും ബൈജുജി മേലിയുടെയൊക്കെ നാടാണ്. കമ്മ്യൂണിസ്റ്റ് ജില്ല കണ്ണൂരിനപ്പുറത്തേക്ക് അത് കൊല്ലമാണ് എന്ന് ഞാൻ പറയും. രാഷ്ട്രീയം, കലാ, സാഹിത്യം, ഇതിലെല്ലാം മാധ്യമപ്രവർത്തനം, ഇതിലെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. കാരണം സ്കൂളുകൾ തൊട്ട് ഇങ്ങോട്ട് ഓരോരോ കാലഘട്ടത്തിൽ. പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതണം, 4 പേരെ അറിയണം, സീരിയസ്ലി തുറന്നു പറയുന്ന ഒരു പണിയില്ല. ഇത് ഒരുപക്ഷെ ഒരു 1000 പേര് നിരത്തി നിൽക്കുന്ന ഒരാൾ എന്നെ തിരിച്ചറിയുന്നുണ്ടാവും. അത് മതി, ഞാൻ സക്സസ് ആണ് എന്ന് പറയാൻ പറ്റി. പണ്ട് സ്കൂളിൽ നാടകമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാലരമയും ശുപ്പാണ്ടിയും പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു പുസ്തകങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അതിൽ നിന്ന് കഥയുണ്ടാക്കി ത്രെഡ് എടുത്ത് നമ്മൾ കളിക്കും. അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് വന്ന് ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ആ ട്വിസ്റ്റിൽ നിന്ന് മാറി 10 വർഷം ഈ ഒരു മേഖലയിലും പെടാതെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ആ 10 വർഷ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഞാൻ എൻ്റെ ആഗ്രഹ സബലീകരണം, സിനിമയും മാധ്യമപ്രവർത്തനവും എന്ന് പറയുന്ന ആ ആഗ്രഹത്തിന് വേണ്ടി പഠിച്ചു. 3 വർഷം പഠിച്ചു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയി. അവിടെ നമ്മുടേതായ എല്ലാ പരിപാടികളും ചെയ്ത് സന്തോഷത്തോടെ പാസ്സായിട്ട് തിരിച്ചു വരുന്നു. പിന്നീട് ഫാമിലിക്ക് വേണ്ടിയുള്ള കുറേ കാലമാണ്. കാരണം ഫാമിലി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ച, വീട് വിറ്റ് പോകുന്നൊരു സാഹചര്യം, സഹോദരിയുടെ വിവാഹം എന്ന് വിചാരിച്ച സഹോദരിയുടെ വിവാഹം നടത്തിയതിനൊന്നുമല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഉണ്ടാകുന്ന സ്ട്രഗിൾ ഉണ്ടല്ലോ ജീവിതത്തിൽ. 10 വർഷത്തിനിടയിൽ 2017 ആയപ്പോഴേക്ക് ഞാൻ എൻ്റെ 20 മുതൽ 27 വയസ്സിനിടയിൽ എൻ്റെ ആഗ്രഹങ്ങളുടെ ഭൂരിഭാഗവും പൂർത്തീകരിച്ചു എന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്താ 30ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആണോ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. സിനിമയെ പറ്റി ചിന്തിക്കാൻ സമയമില്ല, എഴുത്തിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല, മാധ്യമപ്രവർത്തനത്തെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്. ഇതിനിടയിൽ നമ്മൾ രാജാവിനെ പോലെയും ഭിക്ഷക്കാരനെ പോലെയും ജീവിച്ചിട്ടുണ്ട്. ഒരാവശ്യങ്ങൾക്ക് വേണ്ടി പലരുടെ മുന്നിൽ സഹായം ചോദിക്കുക, എന്നാൽ ചില ദിവസങ്ങളിൽ നമ്മൾ രാജാവാവുക, ഇങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പം അതായത് 2016 ആയപ്പോഴേക്ക് നമ്മൾ വീട് വെച്ചു, സെറ്റിലായി എന്നൊരു തോന്നൽ മനസ്സിലായി. പക്ഷെ ബാധ്യതകളൊക്കെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അന്നൊക്കെ നമുക്ക് പ്രണയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹം ആലോചിച്ചപ്പോൾ ജാതക പ്രശ്നത്തിൻ്റെ പേരിൽ നടന്നില്ല, വേറെ വിവാഹം കഴിച്ചു പോകുന്നു. പിന്നീട് നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ 2016 ഞാൻ സകല ജോലികളും രാജിവെച്ചു. ഇനി എൻ്റെതായ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് അവരുടെ വീട്ടുകാരും കൂടി വിശ്വസിക്കണമല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ സങ്കടപ്പെട്ട് താടി വളർത്തി നടക്കാനുള്ള ഒരു സമയ സാഹചര്യം അന്നുമില്ല ഇന്നുമില്ല. കാര്യം എന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് നമുക്ക്. 2017 വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നൊരു ലൈഫ് പാർട്ണർ എനിക്കുണ്ടാകുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഒരു ട്വിസ്റ്റാണ്. അപ്പോഴത്തേക്ക് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആഗ്രഹങ്ങളുടെ ലെവൽ കുറച്ചുകൂടെ വർദ്ധിച്ചു. അപ്പോൾ ഒരേ വൈബിലുള്ള 2 പേര് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. പിന്നെ ഞാൻ കുറേ പുതിയ ബിസിനസ് ഐഡിയ ഒക്കെ ആയിട്ട് പോയി, വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെ വന്ന് നമ്മളിങ്ങനെ സെറ്റിലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പഴയ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന സാധനം രാഷ്ട്രീയമാണ്. കാരണം ഈ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് ഈ നാട് മുഴുവൻ എവിടെ നോക്കിയാലും എൻ്റെ പോസ്റ്ററുകളും എൻ്റെ ഫ്ലെക്സ് ബോർഡും എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കണം. ഗ്രീഷ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ടോ?
ഇല്ലെന്ന് ആര് പറഞ്ഞാലും നമ്മളുടെ മുഖം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് 10 പേര് അടയാളപ്പെടുത്തും. അപ്പൊ അതിന് ഞാൻ ആലോചിച്ചപ്പോൾ ഒന്നും ഞാൻ സിനിമാ നടനാവണം. സിനിമാ നടനായ പോസ്റ്ററിൽ വലിയ പാടാ. അപ്പോൾ സിനിമാ നടനാവാൻ എനിക്ക് പറ്റില്ല, മാധ്യമ പ്രവർത്തനമാവാൻ പറ്റുമോ? അന്നേരം പറ്റില്ല. ഒരു കോൺഫിഡൻസും എനിക്കില്ല. എഴുത്തുകാരനായിട്ട് പോസ്റ്റർ അടിച്ച് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഏറ്റവും എളുപ്പ വഴി എന്താ? രാഷ്ട്രീയക്കാരനാവോ, ഇലക്ഷന് മത്സരിക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കളികൾ ആരംഭിച്ചു. കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരികയാണ്. കോൺഗ്രസ് പൊളിറ്റിക്സ് വരുന്നതിന് പല കാരണങ്ങളും. ഒന്ന്, എൻ്റെ ഏറ്റവും അടുത്ത ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തും അജിത്തേട്ടൻ അവിടെ വാർഡിൽ മത്സരിക്കുമ്പോൾ, അജിത്തേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്. എൻ്റെ എല്ലാ കാര്യവും കൂടി വരുന്ന ആളാണ്. എനിക്ക് പാർട്ടിക്കാർ വീട്ടിൽ വന്നിട്ട് ഒരു ലെറ്റർ തരിക. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിൻ്റെ നിർദ്ദേശപ്രകാരം പത്തനാപുരം ബ്ലോക്ക് സെക്രട്ടറിയാക്കി എന്നെ. എനിക്ക് ഈ പാർട്ടി സെറ്റപ്പ് ഒന്നും അറിയില്ലെന്ന്. ഞാൻ ബ്ലോക്ക് സെക്രട്ടറിയോ? അങ്ങോട്ട് പാർട്ടി അംഗത്വം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അംഗീകാരം കിട്ടിയോ? കൊള്ളാം, ഈ പാർട്ടി കൊള്ളാം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പത്തനാപുരത്ത് പാർട്ടി കമ്മിറ്റിക്ക് പോവാം. ഇരുന്ന് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കുറച്ച് അനീഷ് ഖാനുണ്ട്. എനിക്കറിയാം, അനീഷ് ഖാനാണ് പ്രസിഡന്റ്. അപ്പം ഞാൻ അനീഷുണ്ട്. അനീഷ്, ഞാനെവിടെ ഇരിക്കണ്ടേ? അനീഷ്, മുന്നേ ഇരിക്കുന്ന എല്ലാവരും ബ്ലോക്ക് സെക്രട്ടറി വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആദ്യത്തെ ഒരു പാർട്ടി എക്സ്പീരിയൻസ് അതാണ്. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഫോട്ടോ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ഷൻ മത്സരിക്കണം. അപ്പോൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ലക്ഷ്യം വെച്ച് പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വന്നു. പല പേരുകൾ പരിഗണിക്കപ്പെട്ടു. പരാജയപ്പെടുന്ന സീറ്റായിട്ടോ, ആരും ജയിക്കത്തില്ല എന്നിട്ടും അവിടെ ക്ലെയിം. ഞാനൊരു നല്ല അടുപ്പത്തിന് പോകാത്തത് കൊണ്ടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരുപാട് അടുക്കുമ്പോഴല്ലേ ഇവർക്ക് നമ്മുടെ കുഴപ്പങ്ങൾ അറിയും. അന്ന് എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ പരിപാടിയുണ്ട്, ബാക്ക് വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞിട്ട്, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറേ അധികം നമ്മുടെ പരിചയത്തിലുള്ള സകല ഫോട്ടോഗ്രാഫർമാരെയും വിളിച്ചിട്ട് എൻ്റെ പല പോസ്റ്ററുള്ള ഫോട്ടോ അടിച്ച്, പല സൈസിലുള്ള പോസ്റ്ററുകളും ഫ്ലെക്സും അടിച്ചിട്ട് ഞാൻ വെച്ചു. ആഗ്രഹം. എന്നിട്ട് ഞാൻ ഈ സീറ്റ് ലിസ്റ്റ് വരിക. അന്ന് ബിന്ദു കൃഷ്ണ DCC അധ്യക്ഷയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഡിവിഷനിലാണ് ആദ്യം സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നത്. കാരണം എതിർപ്പുണ്ടായിരുന്ന ഒരാളാണ്. അയാൾ എന്തായാലും റിബലായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പം എൻ്റെ സുഹൃത്ത് തന്നെ, ഞാൻ മത്സരിക്കളിയാ, നമുക്ക് മത്സരിക്കാമെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അന്ന് രാത്രി ഞാൻ കൊടുക്കുന്ന സുരേഷ് MPയെ കാണാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെ പുള്ളി പരിചയപ്പെട്ട എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മേലില ഡിവിഷൻ ജയിക്കത്തൊന്നുമില്ല. പുള്ളി എന്നോട് ആദ്യം പറഞ്ഞ വാചകം. ഞാൻ പറഞ്ഞു, അറിയാം MP ജയിക്കത്തില്ല. ശരി. അന്ന് ഈ കൊടുക്കുന്ന സുരേഷ് MPക്ക് എൻ്റെ പേര് പോലും അറിയില്ല. എങ്കിലും ഞാൻ അതിനെ ഭയങ്കര എൻജോയ് ചെയ്തു. പക്ഷെ കൊടുക്കുന്നില്ല MP അന്ന് പറഞ്ഞ ജയിക്കില്ല എന്ന് പറഞ്ഞൊരു വാക്ക്. എന്തുകൊണ്ടാണ് ജയിക്കില്ല എന്ന് പറഞ്ഞത്? എന്നോടൊരു സാധനം പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രത എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാനത് വളരെ മനോഹരമായി, ഞാനും എൻ്റെ പാർട്ടിയും എനിക്കൊപ്പം നിന്ന കുറേ പേരുമായിട്ട് നല്ല രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു. നിസാര 700 സംതിങ് വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്. തോറ്റത് മഹാഭാഗ്യമായി എന്ന്, അന്ന് പരാജയപ്പെട്ടത് മഹാഭാഗ്യമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു രീതി വെച്ച്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് കൂടിയ ഒരാളാണെന്ന് സ്വയം വിലയിരുത്തുന്ന ആളാണ് ഞാൻ. അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ബാല്യ യൗവന കൗമാരത്തിൽ നിന്ന് വന്നിട്ട് അന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു. നാട് മൊത്തം ഞാൻ ഫ്ലെക്സ് വെച്ചു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ടും ഫൈറ്റ് ചെയ്തു എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതെൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സമ്മതിക്കും ഞാൻ കാഴ്ചവെച്ചൊരു പ്രവർത്തനം. ഇപ്പോൾ ഈ ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ബിസിനസ്സൊക്കെ ശ്രദ്ധിക്കാതിരുന്നു. സ്ഥാപനം പൂട്ടിപ്പോയി, ഫോട്ടോഗ്രാഫി സ്ഥാപനം പൂട്ടിപ്പോയി, കോവിഡ് കൊണ്ടുപോയതാണ്. പിന്നെ നാട്ടിൽ നിൽക്കക്കളിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി എന്തിനാ അവിടെ നിന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ വൈഫ് ഈ ഇലക്ഷനൊക്കെ മത്സരിക്കാൻ മുമ്പിട്ട് പറഞ്ഞു, ചേട്ടൻ ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി കേട്ടോ, ഞാൻ എറണാകുളത്ത് കാണുമ്പോൾ പറഞ്ഞിട്ട് അവൾ പെട്ടി എടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുക. അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കാരണം ഒരു ദിവസം 2000 രൂപ ചിലവാണ്, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കി ഇവിടെ നിൽക്കല്ലേ. ഞാൻ വിചാരിച്ചു ശരി. കയ്യിലുള്ള 5000 10,000 രൂപയും കൈ കിട്ടിയ ബാഗും ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ ഹോണ്ട സിറ്റി ഡിക്കിയിലിട്ടിട്ട് എറണാകുളത്തേക്ക് വരിക. കാരണം എറണാകുളത്തൊരു ആശയമുണ്ട്. കാരണം വൈഫിൻ്റെ വീട് എവിടെയാണ്, അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, എറണാകുളത്ത് വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വീട് വെക്കാം, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. എൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പേജ് ഇതാണ്. സിമ്പിളായിട്ട് ഇത്രയും വലിയ ലൈഫാണ് ഞാൻ അത് ഒരു പാരഗ്രാഫിൽ തീർത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ, ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന 6ഓളം സോഷ്യൽ മീഡിയ ചാനലുകൾ നമ്മുടെ ടീം റൺ ചെയ്യുന്നു. അഡ്വർടൈസിങ് ഡിവിഷൻ റൺ ചെയ്യുന്നു. പുസ്തകത്തിൻ്റെ പ്രസാധക പരിപാടിയിലേക്ക്, പബ്ലിക്കേഷൻസിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചാനൽ ഞങ്ങളത് ഒരു സാറ്റലൈറ്റ് സ്വപ്നവുമായിട്ട്, തുറന്നു പറയാം, പുറത്തൊരാളോട് പറയുന്നത് ഇപ്പോൾ ഗ്രീഷ്മയോടാണ്, ജനങ്ങളോടാണ്, അത് സ്വപ്നവുമായിട്ട് ഞങ്ങൾ എൻ്റെ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ഈ 4 വർഷത്തെ എൻ്റെയും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും എൻ്റെ കുടുംബത്തിനെയും എന്നെ സ്നേഹിക്കുന്നവരുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്. ഇപ്പോൾ ഈ പുസ്തകം വരെ ഞാൻ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുക്കില്ല, എൻ്റെ ടീമിൻ്റെ ഒരു വലിയ സപ്പോർട്ടാണ്. ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഈ 4 വർഷത്തെ കഷ്ടപ്പാടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ സുഹൃത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും 32-33 വയസ്സിന് ശേഷം എൻ്റെ അടുത്ത സ്വപ്നത്തിലേക്ക് ഞാൻ കടന്നതാണ് മാധ്യമ പ്രവർത്തനം. അന്ന് ഞാൻ ഇവിടെ വന്നു, പല യൂട്യൂബ് ചാനലുകളിൽ വർക്ക് ചെയ്തു, ഒരുപാട് പണി കിട്ടി, നല്ലത് കിട്ടി, നല്ല ബന്ധങ്ങളുണ്ടായി, അനുഭവങ്ങളുണ്ടായി, വേദനകളുണ്ടായി, അടി, കേസ്, അങ്ങനെ പല വിഷയങ്ങളുണ്ടായി. അവസാനം ഞാൻ എൻ്റെ സ്വന്തം സ്വപ്നമായ സ്വന്തം സ്ഥാപനത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ എനിക്ക് ഒരു കാരണവശാലും ഇന്നീ കാണുന്ന സക്സസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. സക്സസ് എന്ന് തന്നെ ഞാൻ പറയും. ഇന്ന് ഞാൻ പറയും ഈ സക്സസ് എന്ന് ഈ നിമിഷം ഞാൻ പറയും. കഴിഞ്ഞ മാസം ഞാൻ പറയുണ്ടായില്ല.
ഈ മാസം തൊട്ട് ഞാൻ പറയും സക്സസ് ആണെന്ന് ഞാൻ പറയും. ഞാനൊരു പ്രോഗ്രാം വെക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടായാലും അവിടേക്ക് വരുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. ഞാൻ എല്ലാ മാസങ്ങളിലും ഇവൻറ്റ് ചെയ്യുന്നുണ്ട്. 200-300 പേര് വരുന്നുണ്ട്. ഇവരെന്നെ കാണുമ്പോൾ എന്നോട് കാണിക്കുന്ന സ്നേഹമുണ്ട്. ആ കണ്ണുകളിൽ എനിക്ക് അമ്മമാരുടെ വാത്സല്യം കിട്ടുന്നുണ്ട്, സഹോദരങ്ങളുടെ വാരിപ്പുണരൽ കിട്ടുന്നുണ്ട്. ഈ പല കഥകൾ എൻ്റെ മനസ്സിലുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം എഴുതാനിരുന്ന പുസ്തകത്തിൻ്റെ പേര് പോക്സോ എന്നാണ്. പോക്സോ, ചാപ്പകുത്തിയ ജീവിതം. അത് പ്രീ ബുക്കിംഗ് ഇപ്പോൾ ഉടനെ ആരംഭിക്കും. ഈ പുസ്തകത്തിൻ്റെ വൺലൈൻ എൻ്റെ കയ്യിലുണ്ട്. പല കഥകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു ദിവസം തീരുമാനിക്കുകയാണ്, സ്ഥാപനമൊക്കെ ഒന്ന് സെറ്റായി എൻ്റെ കൂടെ പറ്റിയ ടീമായി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു ദിവസം ഞാൻ പുസ്തകം എഴുതാം. ഞാൻ ഒരു പേപ്പറിൽ വെറുതെ എഴുതിയ പേരാണ് ആത്മാക്കൾ പറയാൻ ബാക്കി. ഞാനല്ലത് എഴുതിയത്, എൻ്റെ മനസ്സ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചത് എന്ന് ഞാൻ പറയും. അപ്പോഴും അതിൻ്റെ കണ്ടന്റ് എന്താവണം അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇതിനു മുമ്പ് എൻ്റെ ബുക്ക് പുറത്തുകൊണ്ടുവന്ന പാണ്ടോറ ബുക്സാണ്. അപ്പം അതിൻ്റെ തോമസ് ഏട്ടൻ എന്നോട് പരിചയപ്പെടാൻ വേണ്ടി വിളിക്കുകയാണ്. എൻ്റെ കണ്ടന്റുകൾ തന്നെ കുറച്ച് സ്പിരിച്വലായിട്ടുള്ള മനുഷ്യൻ, സ്പിരിച്വാലിറ്റി താല്പര്യമുള്ള മനുഷ്യൻ. പുള്ളിയാണ് എന്നോട് പറയുന്നത്, രോഹിത് സാറേ, സാറിൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, ചിലരോട് എനിക്ക് പോസിറ്റീവ് ആയിരിക്കും, ചിലരോട് എനിക്ക് നെഗറ്റീവ് ആയിരിക്കും, എങ്കിലും എനിക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ. സാർ ആ അനുഭവങ്ങൾ തുറന്നെഴുത്. ഇതാണ് പുള്ളിക്കാരൻ എന്നോട് പറയണത്. അപ്പം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് കുറേ യാത്രകളൊക്കെ പോയി. എനിക്ക് ആദ്യമായി ഉണ്ടാകുന്ന ഒരു അനുഭവം, അതീന്ദ്രിയ അനുഭവം എന്നൊക്കെ വിളിക്കാമെങ്കിൽ, അനുഭവം എന്ന് പറയുന്നത് ഞാൻ നവകേരള ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇരട്ട കൊലപാതകം, നരബലിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കത്തിക്കുന്ന സമയത്ത് മാതൃഭൂമിയിൽ വായിച്ച ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ കാണാതായ ഒരു സ്ത്രീയുടെ വീട്ടിൽ ഷാഫിയുടെ രൂപസാദൃശ്യമുണ്ടായിരുന്ന ഒരാൾ വന്നുവെന്നും അത് ഷാഫിയാണ് എന്നാണ് മാതൃഭൂമിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഈ കഥ ഷോർട്ട് ഫിലിമും വെബ് സീരീസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീട്ടിൽ പോവാണ്. ഞാനുണ്ട്, അഭിഷേകുണ്ട്, എൻ്റെ ക്യാമറമാൻ വിഷ്ണുണ്ട്. ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് ചേർത്തലയിലാണ് ആ വീട്, ഈ പെൺകുട്ടിയുടെ വീട്, അതൊരു കൈമാറ്റം ചെയ്യപ്പെട്ടു, വേറെ ആളെ താമസിക്കുന്നത്. ആ ഭാവമൊക്കെ ഷൂട്ട് ചെയ്തു. അവിടെ നിന്ന് അവരുടെ വീടുകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തു, തിരിച്ചു വന്നു. അതിനൊപ്പം ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. പിറ്റേ ദിവസം വേറെ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കാർഡ് എറായി എന്ന് പറയുന്നു. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ സിസ്റ്റത്തിൽ കോപ്പി ചെയ്തിട്ട ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും ഇല്ല. നവകേരളയുടെ സിസ്റ്റം അത് ഭയങ്കര, നമ്മളന്ന് കുട്ടികളോട് ചൂടായിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് ചെന്ന് കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. ഞാനത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുകയാണ്, ഇത് റീഷൂട്ട് ചെയ്യാം, നമുക്ക് കഥ പറയാൻ പറ്റുമല്ലോ. ഞാൻ ഗ്രീൻ മാറ്റിൽ മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ FIR സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ എവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കഥയൊക്കെ പറയുന്നു. എൻ്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പത്ര കട്ടിങ്സ്, അതൊക്കെ വെച്ച് അവിടെ വെബിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ വിളിച്ചൊരു സാരിയൊക്കെ ഉടിപ്പിച്ചിട്ട് നടന്നു പോകുന്നു. മറ്റേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മോഡലിൽ ബ്ലർ ചെയ്ത് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു തന്നെ സാധനം വേണം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ട്, അന്ന് നമ്മുടെ മീഡിയ മലയാളത്തിൽ ധന്യൊക്കെ നവകേരളയിലുണ്ട്, ധന്യാണ് ബ്യൂറോ ചീഫ്, ധന്യയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചിരുത്തി ഇത് കാണിച്ചു കൊടുക്കാം. എല്ലാം കൊള്ളാണ്ട് പോയത് പബ്ലിഷ് സമയപ്പെടാൻ വേണ്ട, ഏത് സ്ലോട്ടിലാണ് ഇടുന്നത്. ശരി, നമ്മൾ സന്ധ്യയ്ക്ക് ആളുകളെ പേടിപ്പിക്കാൻ തീരുമാനിച്ച് ഇത് എക്സ്പോർട്ട് ചെയ്യുക, കൺട്രോൾ അടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നു. ഒരു ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു. അന്ന് നവകേരളയിലൊക്കെ അത്യാവശ്യം നല്ല പവർ ബാക്കപ്പ് UPS ഒക്കെ ഉള്ള സമയമാണ്. പക്ഷേ ആ എഡിറ്റിംഗ് റൂമിൽ ഉണ്ടായിരുന്ന 3 സിസ്റ്റവും മിന്നി മാഞ്ഞു. അപ്പുറം ഇപ്പുറം ഇരുന്ന സിസ്റ്റം ഓണായി, ഓട്ടോമാറ്റിക്കലി ഓണായി. ഈ സിസ്റ്റം മാത്രം ഓണായില്ല. ഞാൻ UPS സിസ്റ്റമൊക്കെ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഈ പ്രൊജക്റ്റും ഇല്ല, ഫയലും ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്ത സാധനമില്ല, ബാക്കി എല്ലാം ഉണ്ട് എന്നുള്ളത് ഞാൻ സേവ് ചെയ്തെന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. അപ്പം എല്ലാവരും പറഞ്ഞു ഇത് ചെയ്യണ്ട. അന്ന് മുതൽ ആ പെൺകുട്ടിയുടെ പേരാണ് ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നറിയോ? ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, ചില കാരണങ്ങളാൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാനിപ്പോൾ പറയാം, അതിൻ്റെ പേര് ബിന്ദു പത്മനാഭൻ എന്നാണ്. അറിയോ ബിന്ദു പത്മനാഭനെ? സെബാസ്റ്റ്യൻ കൊലപാതക കേസിൽ ഇന്ന് സംശയിക്കപ്പെടുന്ന ആദ്യത്തെ സ്ത്രീ. ആ വീട്ടിലാണ് ഞാൻ അന്ന് പോയത്. ലേഡി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ആർക്കും അറിയില്ല. ഞാൻ പുസ്തകത്തിൽ 20 വയസ്സുള്ള എന്നുള്ളതാണ് എഴുതിയത്. ഞാൻ മനഃപൂർവ്വം എഴുതിയതാണ്, കാരണം ആ ഒരു ഐഡന്റിറ്റി വരത്ത് വരണം. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ IG ശ്രീജിത്ത് സാറിനോട് ഈ അനുഭവം പറഞ്ഞായിരുന്നു. കണ്ടപ്പോൾ ആ നാട്ടുകാർക്ക് മുഴുവൻ സെബാസ്റ്റ്യനെ തന്നെ ആയിരുന്നു സംശയം. അപ്പം ആ കഥ എഴുതിയാലോ, ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്, ആ ഏറ്റവും കൂടുതൽ പറയാൻ ബാക്കി ഉണ്ടാവുക ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കാവില്ലേ എന്തൊക്കെ കഥകൾ പറയാനുണ്ടാവും. അത് എഴുതി മായ്ച്ചു മായ്ച്ചു മീൻസ് കയറി കളഞ്ഞു. അപ്പം ഞാൻ എൻ്റെ എഴുത്തെന്ന് പറയുമ്പോൾ എഴുത്തല്ലല്ലോ, ഞാൻ വോയിസിൽ റെക്കോർഡിടും. എൻ്റെ പ്രശാന്താണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രശാന്തിനെ ഇടും, കളഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടുവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കുട്ടുവിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ
അപ്പം വൈറ്റ്സ് വാനിലെ പ്രേക്ഷകർക്ക് കുട്ടു ആരാണെന്ന് അറിയണ്ടാവില്ല. എന്നാലും ഞാൻ പറയാം, 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ MBBS സ്വപ്നവുമായിട്ട് എൻട്രൻസ് കോച്ചിങ് പഠിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം മരണപ്പെടുന്നു. മരണത്തിന് ശേഷം കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം ഇവരുടെ പേരൻസിന് അവൻ്റെ ആത്മാവിനെ കാണാൻ പറ്റുന്നു. കുടുംബം മുഴുവൻ അവൻ്റെ റൂം എങ്ങനെയാണോ അന്നുണ്ടായിരുന്നത് അതേപോലെ സൂക്ഷിക്കുന്നു. എല്ലാ ദിവസവും ആഹാരം കൊണ്ടുവയ്ക്കുന്നു. ആ വീട്ടിൽ എന്ത് വാങ്ങിയാലും അതിൻ്റെ പങ്ക് ആ കുട്ടിക്ക് കൊടുക്കുന്നു. ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കാതെ ആ കുട്ടി അടക്കം ചെയ്തിരിക്കുകയാണ്. ഈ അടക്കം ചെയ്ത ഭൂമിയിൽ 1 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 മാസം മുമ്പ് ഒരു കല്യാണ ആവശ്യമായി അവിടെ ചെന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം. അവനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം വരെ അവൻ വൃത്തിയാക്കിയിട്ടിരുന്നു. കടുത്ത ശിവഭക്തനായ ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഈ സോളുമായി ആ കുടുംബത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ വാർത്ത എടുക്കാനാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത്. ഭയങ്കരമായി അബാക് മീഡിയയിൽ ഓടിയ വാർത്തയാണ്. എനിക്ക് മുന്നേ DNA സുമേഷ് ചേട്ടനടക്കം ഒരുപാട് പേര് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും കിട്ടാത്ത വേറൊരു പരിവേഷം അബാക് മീഡിയ ചെയ്തപ്പോൾ കിട്ടി എന്നുള്ളതാണ്. അത് നിമിത്തങ്ങളാണ് ഗ്രീഷ്മ. ഇപ്പൊ ഗ്രീഷ്മ എന്നോട് പുസ്തകം ചോദിച്ചു വരാനും ഇന്ന് ഇവിടെ ഇരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം. എക്സ് ഓർ വൈ എന്ന് പറയുന്ന പോലെ ഞാൻ അന്ന് തിരുവനന്തപുരം പോകാനും സെൽവൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ മുരുകനെ പരിചയപ്പെടാനും, സെൽവനെയൊക്കെ പരിചയപ്പെടുന്നത് ഭയങ്കര രസമാണ്. സെൽവന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിരുന്ന ഫ്രോഡ് സെൽവൻ എന്നാ. പാവം സത്യനായ ഒരു മനുഷ്യനാ. കാരണം എനിക്ക് കിട്ടിയ ഇമേജ് അങ്ങനെയാണ്. അതൊരു കാരണമാണ്. അതായത് തസ്മൈ ഗുരുജി എന്ന് പറയുന്ന ഗുരുജിയെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ചാനൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്ത ആൾ സെൽവനാണ്. കാരണം ഗുരുജിയാണ് നമ്പർ തന്നത്, ഫ്രോഡ് സെൽവൻ. ഞാൻ സേവ് ചെയ്തത് എങ്ങനെയാണ്. ആ സെൽവനാണ് പിന്നീട് ഈ പുസ്തകം എഴുതാനുള്ള കാരണത്തിലേക്ക് എന്നെ വഴിയാട്ട് ഇന്നെൻ്റെ തിരുവനന്തപുരത്തെ ക്യാമറമാനും സെൽവനാണ്. അതിനൊക്കെ ഒരു നിമിത്തങ്ങളാണെന്ന് പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോർജ് മാത്യു സാർ എന്ന് പറയുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് അബാക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് എടുക്കണേ. അന്ന് പക്ഷേ അവിചാരിതമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ശില്പിയും രാജേഷ് ചേട്ടനും വിനീതും കൂടി അന്നുണ്ടായിരുന്നവർ ഈ വീഡിയോ എടുക്കാൻ പോയി. ഞാൻ ഇവരോടെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അനുഭവം രാത്രിയിൽ അതൊരു ഹോണ്ടഡ് പ്ലേസ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. രോഹിതേട്ടന് ശരിക്കും ആത്മാക്കളൊക്കെ ഉണ്ടെന്ന് തോന്നിയിരുന്നു? ഭയമില്ലേ മനുഷ്യന്? ഭയമുണ്ട്. ഈ അതൊരു തോന്നലാണോ? ഭയം തോന്നുന്നല്ലേ? ഭയത്തെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഭയമുണ്ട്. പേടിയില്ലാത്തവരുണ്ടോ? രാത്രിയിൽ ഇനി എത്ര ഇതാണെന്ന് പറഞ്ഞാലും ചില ശബ്ദങ്ങൾ, ചില ദൃശ്യങ്ങൾ, ചില വികാരങ്ങളൊക്കെ നമ്മളെ ഭയപ്പെടുത്തും. ജോർജ് മാത്യു സാറിന്റെ വീട്ടിൽ രാത്രി 11:00 നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന അനുഭവം വിചാരിച്ചു. സാറിന്റെ തീക്ഷ്ണമായ കണ്ണും മെലിഞ്ഞുണങ്ങിയ ശരീരവും അവിടുത്തെ ഒരു 1.5 ഏക്കർ സ്ഥലം നിറയെ കാടും, ആ കാടിന്റെ നടുക്ക് ഒരു ഹോണ്ടഡ് വീടും ഒക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി ചോദിച്ചു, എന്തെങ്കിലും മണം വരുമെന്ന്. എന്തെങ്കിലും മണം വരുന്നുണ്ടോ? ഇല്ല. വന്നാലും പേടിക്കണ്ട, ചില പ്രസൻസുകൾ അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഈ സാധനമാണ് എനിക്ക് കുട്ടുവിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. മകൻ മരിച്ച വീട്, ആ വീട് അതേപോലെ റെഡിയാക്കി വെച്ചിരിക്കണു. ആ റൂമിൽ എപ്പോഴും പാട്ട്, ഫാൻ. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെയ്തിട്ട് ആദ്യം പറഞ്ഞ് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. എനിക്ക് വേണ്ടി തുറന്നു തരുന്നത് ആ കുട്ടുവിൻ്റെ ബാത്റൂമാണ്. ആ ബാത്റൂമിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ഇത് ആ റൂമല്ലേ എന്നുള്ളത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഈ ഭയം എന്ന് പറയുന്ന വികാരം വന്നു. പിന്നെ ആ ഭയത്തിൽ നിന്ന് താഴെ വന്ന അമ്മയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഭയത്തിൽ നിന്ന് ആ വികാരം അവരോടുള്ള ഇമോഷണൽ ആവുകയാണ്. അമ്മയുടെ കണ്ണീരാണ്. ഈ അമ്മ ഉറങ്ങിയിട്ട് എത്ര ദിവസമാവും, അമ്മയുടെ കണ്ണിന്റെ കഴുത്തിലെ താഴത്തെ കറുപ്പ്, എന്താ ഭഗവാനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ ദൈവവിശ്വാസിയാണ്. ചില ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി കിടക്കുന്ന ഒരാളെന്നല്ല, ഞാൻ ഈശ്വര വിശ്വാസിയാണ്. കൊട്ടാരക്കര മഹാഗണപതിയാണ് എൻ്റെ ഇഷ്ട ദൈവം. ഞാൻ അന്ന് ഗണപതിയോട് ചോദിക്കണം, ഗണപതി ഭഗവാൻ എന്താണ്? പുത്രദുഃഖമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്യുക, മണമായും കാറ്റായും ഒക്കെ ഫീൽ ചെയ്യുക. എൻ്റെ മനസ്സ് മാത്രം പറഞ്ഞാൽ ഞാൻ വിടും. ഞാൻ നോക്കുമ്പോൾ അരുണ് ബാക്കിൽ നിന്ന് ഈ വല്ലാതെ ഞെരിവിടുള്ളൂ ക്യാമറയും പിടിച്ചിട്ട്. പോവാൻ ചേട്ടാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. പിന്നെ ആ വീട്ടിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ പലതവണ ആ വീട്ടിൽ പോയി അവിടുന്ന് ആഹാരം കഴിച്ചു. അവരുമായിട്ട് അത്രയും വലിയ ബന്ധമുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പുസ്തകം അവിടെ എഴുതി തുടങ്ങി. അപ്പോൾ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വരി എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ എഴുതിയിട്ട് ആദ്യത്തെ വോയിസ് അയക്കുന്നത് ആദർശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പേര് പറയുന്നത് നമുക്ക് രണ്ടും അറിയാവുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ പോലും. അപ്പോൾ ആദർശൻ കൊള്ളാൻ ചേട്ടാ, നല്ല ഇതാണ്, എഴുതി തുടങ്ങും. പക്ഷേ അതൊക്കെ പിന്നീട് മാറ്റി എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം നടത്തിയത് സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോഗ്രാമിലാണ്. കുട്ടുവിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു കസേര മാറ്റിയിടണം, എൻ്റെ മോൻ ആ പരിപാടിക്ക് വരും. കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു വല്ലാത്ത അനുഭവം തോന്നും. അപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ബാക്ക് മീഡിയ പ്രേക്ഷകരായതുകൊണ്ട് അന്ന് എനിക്കത് പറയാം. ഞാനത് ചെയ്തു. ശ്രീനിവാസ പൈ എന്ന് പറഞ്ഞൊരു സാത്വികനായ മനുഷ്യനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആ പ്രസൻസ് ഉണ്ട്. എനിക്കറിയില്ല, ഞാൻ അതിനേക്ക് അന്നും തമാശയായിട്ടാണ് എടുക്കണേ. ഇതുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴും ഞാൻ ഇതിനെ ഒന്നും പൊതുലോകത്തോട് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അന്ധവിശ്വാസമായ അനാവശ്യമായ ഒന്നും ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അത് ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഫീലിങ്സുകൾ, എൻ്റെ തിരിച്ചറിവുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒന്നും ഞാൻ അതിൽ എഴുതിയിട്ടില്ല. ഉണ്ടോ ഗ്രീഷ്മ? ഇല്ല. പക്ഷേ എൻ്റെ പുസ്തകം വായിക്കുന്നവർക്ക് കുട്ടുവിനെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് 100 കണക്കിന് മെസ്സേജുകൾ വരുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഈ പുസ്തകം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഓവർ എക്സ്പെക്റ്റേഷൻ ഞാൻ തന്നെ കൊടുത്തോ
എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കവർ പേജ് പ്രകാശനം നടക്കുന്നു, അവിടെ വലിയ രീതിയിൽ ഇത് നടക്കുന്നു. അന്ന് ആ ചെയർ ആ സ്റ്റേജിൽ നിന്ന് എടുത്തു മാറ്റിയത് എൻ്റെ ഒരു എഡിറ്റർ, പെൺകുട്ടിയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് ആ കുട്ടി ഒന്ന് പറഞ്ഞ്, ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനോടും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ്, അന്ന് രാത്രി ഞാൻ പോയി കിടന്നപ്പോൾ എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ എന്താ, കുട്ടു ജോയിൻഡ് ഇൻ ടെലഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നു. എൻ്റെ ഫോണിൽ കുട്ടു എന്നൊരു നമ്പറില്ല ഏട്ടാ. ഞാനോടും പറയണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. കാര്യം അത് വിട്ടേക്കാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അന്നാണ് കുട്ടുവിൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് പറയുന്നത്, സാറേ ഞാനിടുന്ന സ്റ്റാറ്റസൊക്കെ എൻ്റെ മോൻ കാണുന്നിട്ട് എനിക്ക് കുറേ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. ഞാനൊക്കെ പുള്ളിയുടെ തോന്നലാവുമെന്ന് വിചാരിച്ചു വിട്ടു. അപ്പോഴാണ് ഇവളിത് വന്ന് പറയുന്നത്. ഞാൻ കുട്ടുവിൻ്റെ അച്ഛനിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങി കുട്ടുവിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം പയ്യന്മാരല്ലേ, 20-21 വയസ്സല്ലേ ഉള്ളൂ. അവനോട് കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കാൻ നേരം പറയാം. വേറൊരു കാര്യം പറയട്ടെ. എന്താ ഏട്ടാ, എന്താ പറഞ്ഞേ? ഞങ്ങളോട് പബ്ജി കളിക്കാറുണ്ട് കേട്ടോ. അപ്പം കുട്ടുവിന് പബ്ജി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും, കുട്ടുവിൻ്റെ ഐഡിയിൽ നിന്ന് അവർ വിചാരിച്ചത് വേറെ ആരോ കളിക്കണം, എന്ത് ചോദിച്ചാലും മറുപടി ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷെ പബ്ജി കളിക്കും അക്കൗണ്ടിൽ നിന്ന്. നോക്കൂ, ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നെ അറിയാത്തൊരു കുട്ടി എന്നോട് ഫോണിലൂടെ പറഞ്ഞ കാര്യമാണ്. ഞാൻ കള്ളം പറയുന്നതല്ല. എൻ്റെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട്. എൻ്റെ എഡിറ്റർ ഇപ്പോഴും ഓഫീസിലുണ്ട്. ഗ്രീഷ്മ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ വെറുതെ പറയുന്നില്ല. ഞാനിതൊന്നും വിശ്വസിക്കുന്നത്, ഞാനിതൊക്കെ ചിരിയോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോക്കൂ, എന്താണ് ഈശ്വര സങ്കല്പം? ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഈശ്വര സങ്കല്പം പറയാം. ഇപ്പം എൻ്റെ മുന്നിൽ ക്യാമറയ്ക്ക് മുകളിൽ ലൈറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ആ ലൈറ്റിനെ നോക്കി, ഭഗവാനെ രക്ഷിക്കണേ, എനിക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കണേ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങുക. വൈകുന്നേരത്തിനുള്ളിൽ നല്ല ദിവസമാണെങ്കിൽ അതാണ് എൻ്റെ ഈശ്വരൻ. അതാണല്ലോ ദൈവ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത് ബിംബങ്ങളാണ്. ആ ബിംബങ്ങളിലേക്ക് എനർജി കൊടുത്തിട്ട് ദൈവമായി കണ്ട് നമ്മൾ ആരാധിക്കുന്നു. നമ്മളവിടെ പോയി കൈകൂപ്പി തൊഴുമ്പോൾ നമ്മുടെ എനർജിയും കൂടി ആ ബിംബത്തിനും കിട്ടും, ബിംബത്തിൻ്റെ എനർജി നമുക്ക് കിട്ടും. സിംപിളി പറയുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും ഒന്ന് വിശ്വസിച്ചത് നടക്കുമെങ്കിൽ അതിനെ ആരാധിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഉണ്ടാവുക. എൻ്റെ വീഡിയോകളിലൂടെ ഈ സോള് കുട്ടു എന്ന് പറയുന്ന, സൂരജ് കൃഷ്ണ എന്ന് പറയുന്ന കുട്ടിയുടെ സോളിനെ ആരാധിച്ചിട്ട് കാര്യം സാധിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മുഴുവൻ ഭക്തിമയമാണ്. ഞാൻ എതിർക്കുന്നില്ല. അവർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ. ഇന്ന് ആ കുടുംബത്തിൻ്റെ കണ്ണീരില്ലല്ലോ. അവർക്ക് അവരുടെ മകനെ ഓർത്തുള്ള അഭിമാനമാണ്, വിഷമമല്ല ഇപ്പോൾ. അവരൊക്കെ ഒപ്പം ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനൊരു ചെറിയ കാരണമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാനിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു. കാരണം എന്നിലേക്ക് വന്ന നിയോഗം അവസാനിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ആ കുടുംബമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിട്ട് ഞാൻ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നോട് ചോദിക്കുന്നതിന് മറുപടി പറയും. ഞാൻ പുസ്തകത്തിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, വായനക്കാരുടെ ഒരു ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 പേരുണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. 200 പേര് കൂടുതലായി. ഒറ്റ ഇരിപ്പിൽ എല്ലാവരും വായിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഗ്രീഷ്മ എന്നോട് എന്താ പറഞ്ഞേ, ഒറ്റ ഇരിപ്പിൽ വായിച്ചു. ഓരോരുത്തർ റീലിടുന്നു. ഞാൻ എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എഴുതിയതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഞാൻ ആ പുസ്തകത്തിൻ്റെ അവസാനം എഴുതുന്നുണ്ടല്ലോ, ഈ പുസ്തകത്തിൽ തുടർച്ച ഉണ്ടാവും. അതിൻ്റെ പേര് ശിവയോഗി. ഉണ്ടാകണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ആ പ്രസൻസ് കണ്ടു എന്ന് പറഞ്ഞു. പുസ്തകത്തിൻ്റെ പ്രകാശന ദിവസം നമ്മൾ നേരത്തെ തന്നെ ആരാണ് പ്രകാശനം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അപ്പം ശ്രീജിത്തേട്ടൻ, നമ്മൾ പൈങ്കിളി സിനിമയുടെയൊക്കെ സംവിധായകനും നടനുമായ ശ്രീജിത്തേട്ടൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഞാൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കുറേ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ. അപ്പം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്. ഹരിച്ചേട്ടനെ വിളിച്ചു. ഹരിച്ചേട്ടൻ വരാമെന്ന്, ഹരിപത്മനാഭനും വരാമെന്ന്. ഹരിച്ചേട്ടൻ പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് തലേന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗുരുക്കന്മാരുണ്ട്, അത്രയും വേദിയിൽ എൻ്റെ ഫാമിലി ഉണ്ട്. ഈ സൂരജിൻ്റെ, കുട്ടുവിൻ്റെ, സൂരജ് കൃഷ്ണയുടെ ഫാമിലി ഉണ്ട്. അവരെല്ലാം കൂടി നിന്നിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എല്ലാവരും പൊട്ടിച്ചപ്പോൾ തസ്മേ ഗുരുജിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകം പൊട്ടിച്ച് പുള്ളിക്കുന്ന കവറിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. നമ്മളൊരു പ്രത്യേക തരം പാക്കിങ്ങും കൂടി ഇതിന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ പാക്കിങ്ങിൽ നിന്ന് ഞാനാണ് ഈ പുസ്തകം പുറത്തെടുത്ത് ഗുരുജിയുടെ കയ്യിലേക്ക് കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ഇവൻറ്റിൽ ഒരു നിമിഷം പോലും കറണ്ട് പോയിട്ടില്ല. അതിനുള്ള സാഹചര്യമില്ല. കാരണം വലിയ പവർ യൂണിറ്റ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത് വിളിച്ച് ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് വിത്ത് ഫുൾ ഫ്യൂവൽ. പുസ്തകം അങ്ങോട്ട് കൊടുത്തു. ബാക്കിൽ LED വാലടക്കം, സൗണ്ട് സിസ്റ്റം അടക്കം മുഴുവൻ കാര്യങ്ങളും അവിടെ അണഞ്ഞു. ഞാനതേ മനസ്സിലാക്കിയത് എന്താ, സോളുകൾക്ക്, എനർജികൾക്ക് എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെയാണ്? ഇലക്ട്രോണിക്സ് മീഡിയാസ് ആണ്, ഇലക്ട്രിക്കൽ മീഡിയ ആണ്. അതവിടെ കട്ടായി. ഞാനവിടെ തീരുമാനിക്കുന്നറിയോ, എൻ്റെ ശിവയോഗിയുടെ തുടക്കമാണ് എനിക്ക് മുന്നേ കാണിച്ചു തരിക. എൻ്റെ പുസ്തകത്തിൻ്റെ പേര് ശിവയോഗി എന്നാണ്. അടുത്തതിൻ്റെ എന്ന് ഞാൻ പറഞ്ഞു. അടുത്തതിൻ്റെ അല്ല, അടുത്തതിൻ്റെ കുട്ടുവിനെയും അങ്ങനെയാണ് സംബോധന. ഇപ്പോൾ എല്ലാവരും ശിവയോഗി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ കുട്ടുവിൻ്റെ ഇപ്പം നിൽക്കുന്ന തലത്തെ പറ്റി പ്രതിപാദനം ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പുള്ളി ഒരു സൂപ്പർ നാച്ചുറൽ പവറാണെന്ന് എഴുതിയിട്ടില്ല. പുള്ളിയെ പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് ഞാൻ എഴുതിയിട്ടില്ല. ഇതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അത് ശിവയോഗിയിൽ ഉണ്ടാവില്ല, അതെൻ്റെ രീതിയല്ല. പക്ഷെ ശിവയോഗിയിൽ മറ്റു പലതും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായാൽ, ഇതൊന്നും ഞാൻ നിശ്ചയിച്ച് പറയല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആ കരണ്ട് പോയത് എനിക്ക് ഒരു തുടക്കം തന്നതാണ്. പക്ഷെ ആ കുടുംബം വിശ്വസിക്കുന്നത്, ആ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ട്, മോനെ അവൻ എന്ത് സമ്മാനം കിട്ടിയാലും എൻ്റെ കയ്യിലേക്ക് അത് തരിക. അവനൊരു സമ്മാനമായിട്ടാണ് അവരതിനെ കണ്ടതെങ്കിൽ ഞാനത് അവരുടെ കയ്യിൽ കൊടുക്കാത്തൊരു സങ്കടം അമ്മയുടെ മനസ്സിലവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാനതിന് അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യങ്ങളിൽ എനിക്കത് പറ്റുകയില്ല. അവിടെ
കാരണം ഞാൻ എൻ്റെ കുടുംബത്തെയും ആ കുടുംബത്തെയും ഒരേപോലെ കണ്ട് ചേർത്ത് നിർത്തിയിരിക്കുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്താ, പുസ്തക പ്രകാശനം കഴിഞ്ഞ് എൻ്റെ അമ്മ ആദ്യ കോപ്പി അവരുടെ കയ്യിലേക്ക്, അച്ഛൻ്റെ അമ്മേൻ്റെയും കയ്യിലേക്ക് കൊടുക്കാന്നുള്ളത്. അങ്ങനെ ഒരു അമ്മയുടെ മനസ്സ് പെടഞ്ഞു. ആ പെടഞ്ഞെടുത്തും ആ സോൾ പ്രസൻസ് കാണിച്ചു. പലരും പറയുന്നു ഓക്കെ, നോ ഇഷ്യൂ, ഓക്കെ, ഇതൊക്കെ മാറ്റി നിർത്താം. ഇത് വിശ്വാസം, കഥയുടെ പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് വരാം. 35-ാമത്തെ വയസ്സിൽ എൻ്റെ അകത്ത് പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ വിചാരിച്ചെങ്കിൽ നടന്നിരുന്ന ഒരു കാര്യം എന്തിനിപ്പോൾ ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ അതൊരു നിയോഗമാണ്. നമുക്ക് കിട്ടുന്ന ഓരോ സമ്മാനങ്ങളിനെയും ഡിവൈനായി കണ്ടാൽ മതി. ഇതിനോട് പ്രാർത്ഥിക്കാം, കുറ്റമൊന്നും പറയാൻ പറ്റില്ല. എന്താ, അത് അനുഗ്രഹം തരുമല്ല, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കോൺഫിഡൻസ് ആണ്. ഗ്രീഷ്മ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഗ്രീഷ്മ മനസ്സിൽ ഇപ്പം അതിന് സങ്കല്പം വെക്കുക എന്നൊക്കെ പറയും ഓരോ ആചാര്യന്മാർ. ഗ്രീഷ്മ അങ്ങ് ചിന്തിക്കുക. ഞാൻ പറയാം, ഗ്രീഷ്മയുടെ ഫേസ് കട്ട് വെച്ചിട്ട് ഞാൻ പറയാം, ഗ്രീഷ്മയ്ക്ക് ഒരു സുജയ പാർവതിയുടെ കട്ടുണ്ട്. സീരിയസ്ലി ഉണ്ട്, ചെറിയ കട്ട്. ഞാൻ സുജയ പാർവതി, അങ്ങനെ സുജയ പാർവതിക്ക് മുകളിലത്തെ മാധ്യമ പ്രവർത്തകം എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലല്ലേ എത്താൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഞാൻ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു നാട്ടിലെ സുഹൃത്ത് രാജീവേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ 1-2 പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ എൻ്റെ നേഷൻ ഫസ്റ്റിനെ കണ്ടിട്ടാണ്. രാജീവേട്ടൻ പറഞ്ഞത്, രോഹിത്തെ നീ കുറച്ച് കാലമായിട്ടുള്ള തുടങ്ങിയിട്ടെങ്കിലും അപ്പോൾ ഇവർക്കാർക്കും അറിയില്ലല്ലോ എൻ്റെ മനസ്സിലുള്ളത് മൊത്തം ഇതാണെന്ന്. ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായാലും ഞാൻ എൻ്റെ 10 വർഷത്തെ മനസ്സിലടക്കി പിടിച്ചിട്ട് ആഗ്രഹമാണ്. അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ മുൻനിര ചാനലൊക്കെ വന്ന് ചെയ്യണം, നീ അപ്ലൈ ചെയ്യണം കേട്ടോ, നോക്കണം, നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ മുൻനിര ചാനൽ ഒരെണ്ണം തുടങ്ങുന്നതിനെ പറ്റിയാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം പറയുന്നതല്ല. എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാനിങ്ങനൊരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ ഓടുന്ന ഒരാളാണ്. ഞാൻ പല കാര്യങ്ങളും, ഞാൻ ഇന്ന് രാവിലെ ഈ ഇപ്പോൾ നമ്മൾ ഇരുന്നത് 11 മണിക്ക്, ഇതിനിടയിൽ 10 പ്രൊജക്റ്റ് ഉണ്ടാക്കി 10 പേരോട് പറഞ്ഞു കഴിഞ്ഞു, ഏതെങ്കിലുമൊക്കെ നടക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചിന്തകളെ ഉപേക്ഷിച്ച് പോവുക, തിരിച്ചതിലേക്കൂടെങ്കിലും മുൻപാകത്ത് കൊള്ളാവുന്നൊരു ചിന്ത നമ്മളെ കയറി പിടിക്കും. അതാണ് ഞാൻ എടുക്കുന്നൊരു രീതി. ഞാൻ ഒരേ സമയം 10 കാര്യങ്ങൾ ചിന്തിക്കും, അത് കൊള്ളാവുന്നതിനെ നമ്മൾ എടുത്താൽ മതി എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് അത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി മുന്നോട്ട്. ആ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പലരെയും ഒന്നും അല്ലാതാക്കും. എൻ്റെ ആളിൽ പോലും പറയാത്തൊരു കാര്യം പറയാം. ഞാൻ കുട്ടു എന്ന് പറയുന്ന മനുഷ്യൻ്റെ പിന്നാലെ പോയിട്ടില്ല. അവൻ എന്തായിരുന്നു ഞാൻ തിരക്കിയിട്ടില്ല. ഞാൻ ആകെ ആ വീട്ടുകാർ പറഞ്ഞത്, അവൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ സുഹൃത്തിൻ്റെ കോൾ പകുതിയിൽ കട്ട് ചെയ്യുക. അതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞു. പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കുക ആ കുട്ടിക്ക്. 80 വയസ്സ് 85 വയസ്സ് വരെ ജീവിച്ച് മരിക്കുന്ന ഒരാൾ, അയാളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച ഒരാൾ, അയാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അയാളുടെ ആത്മാവ് പോയിട്ട് പരമാത്മാവിലേക്ക് അല്ലെങ്കിൽ ആത്മീയ തലത്തിലേക്ക് ലയിക്കുന്നു. അത് എനർജികളുടെ ഒരു കൂട്ടം. ആത്മാവെന്ന് പറഞ്ഞാൽ എനർജിയാണ്. നമ്മളെ മൂവ് ചെയ്യിക്കുന്നത്, നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഒക്കെ എനർജിയാണ്. ഈ എനർജി പോയിട്ട് ഒരു ആത്മാക്കളുടെ കൂട്ടത്തിലേക്ക് വിലയിക്കുകയാണ്. ഇനി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ഒരാളാണ് വരികയെങ്കിലോ, ആഗ്രഹങ്ങൾ എവിടുന്നാ വരിക? ഫിസിക്കൽ ബോഡിയിലല്ലല്ലോ, അത് ചിന്തകളിലല്ലേ. അപ്പം ആ ചിന്തകൾ എവിടെയാ? നമ്മുടെ എനർജിയിലല്ലേ. തൻ്റെ ഒരു സുഹൃത്ത് അവരെ തന്നെ അവസാനിപ്പിച്ചു. പക്ഷെ അയാളുടെ സ്പിരിച്വൽ ബോഡി എന്താ ചിന്തിച്ചിരുന്നേ? ഒരു 80 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേ. അപ്പോൾ 25 നിന്ന് 80ലേക്കുള്ള ആ പറയപ്പെടുന്ന കാലഘട്ടം ഇതിങ്ങനെ അലഞ്ഞലിഞ്ഞല്ലേ പടപ്പെട്ട് യോജിക്കാൻ പറ്റുമോ? ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഇതിൽ നിന്ന് ആരെയും പിടിച്ചോണ്ട് പോകുന്നോ, രക്തം കുടിക്കുമെന്നോ, പാടവരമ്പത്തെ പാതയോരത്ത് കാത്തിരുന്ന കയ്യിൽ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാത്തിരുന്ന വെള്ളസാരി കൊടുത്ത ദർശനമുള്ള കഥയല്ല ഞാൻ പറയണേ. എനർജികളെ കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഹോണ്ടഡ് പ്ലേസുകൾ എന്ന് പറയുന്ന സ്ഥലത്തിൽ നമുക്ക് ഭയം ഉണ്ടാവുന്നത്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പം ശബ്ദം കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഭയം കൊണ്ടല്ലോ അത്. അല്ല, അതിപ്പോ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേ, ഞാൻ വായിക്കാൻ ഇരുന്നപ്പോ ആ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി, ഇവിടെ ഇനിയിപ്പോ ഉണ്ടോ. ഭയപ്പെടുന്ന എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഭയപ്പെടുന്നല്ല, ഭയമല്ല, ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന തരത്തിലാണത് ഉള്ളത്. ഞാൻ ഓർത്തു ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവുമോ. ഉണ്ടായിരുന്നു. സീരിയസ്ലി സത്യമായിട്ടായിരിക്കും. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഇതെല്ലാം ചിന്തകളിലാണ്. ഞാനിതൊന്നും വിശ്വസിക്കുന്ന ആളല്ലെന്നേ. ഇതെല്ലാം ചിന്തകളിലാണ്. കൂടം തറവാട് കൊലപാതക പരമ്പരകൾ നടന്നു വന്നാൽ കൂടെ അവിടെ ആ വീട് അടച്ചിട്ടിരിക്കുക. അവനകത്ത് കയറി ഫുള്ളി ഞാൻ ഷൂട്ട് ചെയ്തു. എനിക്ക് പേടിയുണ്ടെങ്കിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പക്ഷെ അപ്പൊ നമുക്ക് അത് കഴിയുമ്പോൾ ഒരു നെഗടിക്കും, ശരീരം തളരും, ക്ഷീണം ഉണ്ടാവും, 2 ദിവസത്തേക്ക് തലപൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും. മോശം ചിന്തകൾ നമ്മളെ ബാധിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ എന്തുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ശ്രീജ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റൽ ഡീൽ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇത് അയച്ചു തന്നത്. ഇതൊരു നാച്ചുറൽ ക്രിസ്റ്റൽസ് ആണ്. അവർ പറയുന്നത് നെഗറ്റീവ് എനർജി ബാധിക്കില്ല. ആയിക്കോട്ടെ, അവരുടെ വിശ്വാസമാണ്, കാണാൻ നല്ല രസമല്ലേ. പലരും ചോദിക്കും ഇതെന്താണ്, അവർ തന്നാൽ ഞാൻ ഇട്ട് നടക്കണം. അപ്പോൾ ഇതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിലെന്താ, അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ഓഫീസിലെ കുറേ പേര് ഞാൻ എല്ലാവർക്കും വാങ്ങി കൊടുത്തു. അവർ വിശ്വസിച്ചോട്ടേ നമ്മളെ ബാധിക്കില്ല എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ. സങ്കല്പമാണ്. ഇതുള്ളത് കൊണ്ട് എന്നെ ഒന്നും ബാധിക്കില്ല. എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യം.
ഞാൻ ആ പുസ്തകം എന്റെ പുസ്തകത്തിന് വേറൊരു മണമാണ്, പുസ്തകത്തിന്റെ മണമല്ല. അതെ, ഉറപ്പായിട്ടും. അല്ല പറയട്ടെ, ശരിക്കും അത് ഞാൻ വേറൊരു പുസ്തകത്തിൽ കണ്ട, എനിക്കൊരാളൊരു പുസ്തകം ഡിവൈനായിട്ട് കൊണ്ടു തന്നപ്പോൾ അതിന് ഭസ്മത്തിന്റെ മണമായിരുന്നു. അന്ന് ഞാൻ പബ്ലിഷറോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ പുസ്തകത്തിന് ചന്ദനത്തിന്റെ മണമായിരിക്കും. അത് നോക്കൂ, ഞാൻ ഒരു ബിസിനസ്സുകാരൻ കൂടിയല്ലേ. ഞാനൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് ഏറ്റവും ഡിവൈനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ പുസ്തകം അയക്കുന്നതിനോട് ഒരു പോസ്റ്റ് കാർഡ് കൂടി അയക്കുന്നുണ്ട്, അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും നമുക്ക് എളുപ്പമതല്ലേ. പക്ഷെ എനിക്ക് പോസ്റ്റ് കാർഡ് കിട്ടുന്നൊരു ഫീലിങ്സ് ഇതിൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഞെട്ടിയൊരു സംഭവം, ഇതറിയാവുന്ന ഒരാൾ, എൻ്റെ പുസ്തകത്തിന് ആ ചന്ദനത്തിന് മണം ഉണ്ട് എന്നറിയാവുന്ന ഒരാൾ ട്രെയിനിലിരുന്ന് ഈ പുസ്തകം വായിച്ചു. അദ്ദേഹത്തിന് ഈ മണം സഹിക്കാൻ വയ്യാതെ എന്നെ വിളിച്ചു, ചേട്ടാ തുടക്കത്തിലെ മണം അല്ല ചേട്ടാ, അങ്ങോട്ടും. ഞാൻ ഇല്ലടാ, അതാ പുസ്തകത്തിന്റെ മണമാണ്, അതല്ല. എല്ലാവരോടും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു മണം പുസ്തകത്തിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ റൂം നിറയെ മണം വരികയാണ്. തോന്നലാ, ഇത് പവറൊന്നും അല്ല, തോന്നലല്ല, പക്ഷെ അതിലൊരു ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു. അതാണ്, അത് മൈൻഡിന്റെ കളിയാണേ, എല്ലാം മനസ്സിന്റെ കളിയാ. ഇതുമായി ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ചെയ്തൊരു യൂട്യൂബർ, അവന് ഈ തുടക്കം മുതൽ എന്നോട് അത്ര ബന്ധമുള്ള ഒരാളാ. ഈ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭ്രാന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. പക്ഷെ ഇന്റർവ്യൂ എടുത്തപ്പോൾ മാന്യമായിട്ട് ഇന്റർവ്യൂ എടുത്തു, ഇത് പബ്ലിഷ് ചെയ്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ മെസ്സേജ് ഇടേ, നീ മനുഷ്യനെ വിളിച്ച് കളിയാക്കാൻ നിൽക്കരുത്, കാരണം അന്നെന്താ എൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടില്ല, ഇത്രയും പോകുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇവനിത് പബ്ലിഷ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ എന്താടാ, ഇവൻ ഭയങ്കര എക്സൈറ്റ്, എന്താ ഒരു കാര്യം പറയട്ടെ, എന്താ, ഞാനൊരു 3-4 മാസം മുമ്പ് ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കോളിന് അപേക്ഷ കൊടുത്തിട്ട് പിന്നെ വിളിച്ചിട്ട് ഒരു ഫോണൊന്നും എടുത്തില്ല. നിങ്ങളുടെ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാ, എടാ അവൻ്റെ സമയമാണ്, അവനത് കിട്ടേണ്ടുന്ന സമയമാണ്, അല്ലാതെ നമ്മുടെ ഇന്റർവ്യൂ എടുത്തോണ്ടാണ്. നമ്മളാരാ, ബാബാ രാംദേവ് അല്ലെങ്കിൽ എന്താ സത്യസായി ബാബ ഒന്നല്ലല്ലോ അന്തരീക്ഷത്തിൽ നിന്ന് ആപ്പിളൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒന്നുമല്ല. ഇപ്പൊ തോന്നല. ഇങ്ങനെ ഒരുപാട് പേര് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുക, പലരും കുടുംബാംഗമാവാൻ പറ്റി എന്നുള്ളതാണ് കൃഷ്ണന് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് അമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര് ഒക്കെ വിളിച്ചിട്ട്, ആദ്യത്തെ പുസ്തകമല്ലേ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഒരാഴ്ച കൊണ്ട് എൻ്റെ പുസ്തകം തീർന്നു, ബുക്ക് ചെയ്ത് തീർന്നു. 2ാമത്തെ എഡിഷന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ പോക്സോയെ കുറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. പോക്സോയുടെ സബ്ടൈറ്റിൽ ചാപ്പ കുത്തിയ ജീവിതങ്ങളിലാണ്. ഇത് മരണം കൊണ്ട് ബാധിക്കപ്പെട്ട ഒരു കഥയാണ്. ഒരാളുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ തിരിച്ചറിവുകളാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന പലരുടെയും മരണതുല്യമായ ജീവിതമാണ് പോക്സോ. ഞാൻ പണ്ട് പോക്സോ കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എന്നെ വിളിച്ച് പറഞ്ഞ ഒരാളുടെ ജീവിത കഥയാണ് പോക്സോ. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എനിക്ക് എന്താണോ അത് അതേപോലെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൽ ഒന്നും കള്ളമായിട്ട് എഴുതിയിട്ടില്ല, എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം അതിനകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ക്യാരക്ടർ അടക്കം ഞാൻ എഴുതിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നാളെ ഇവരാരും എൻ്റെ കൂടെ നിൽക്കുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. നാളെ ഇവരിത് കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ട് അയാളെന്ന് എഴുതിയത് കള്ളമാണെന്ന് പറയാൻ ഒരു സാഹചര്യവും ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ടില്ല. ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ പോക്സോ അങ്ങനെയല്ല, നിയമങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ച നിയമങ്ങൾ കൊണ്ട് ചിലരെ ശിക്ഷിക്കുമ്പോൾ, നിരപരാധികളെ ശിക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ്. കഥ പുതിയതാണെങ്കിലും കഥാപാത്രങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മൾ ഈ അടുത്തല്ലേ ആലപ്പുഴയിലൊരു സ്കൂൾ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കഥ ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയതാണ്. കാരണം എൻ്റെ പോക്സോ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ആ സത്യം പുറത്തു വന്നത്. എത്ര ദിവസവും 300 ദിവസമാണ് ആ പുള്ളി ജയിലിൽ കിടന്നത്. ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു കള്ളം, ബോയ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി തോന്നിയൊരു കള്ളം, ആ മനുഷ്യൻ്റെ ജീവിതം ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട്, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ ഓക്കെ ആയി. ഒരു സപ്പോർട്ടും ചെയ്യാതെ എത്ര പേരുണ്ടാവും. അങ്ങനെ ഒരാളുടെ ജീവിത കഥയാണ് പോക്സോ. അതിനും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ആത്മീയതല്ല, ഇനി റിയൽ ലൈഫിലേക്ക് ഇറങ്ങി വരികയാണ് പോക്സോയിലൂടെ. അതിനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും. ആദ്യത്തെ ബുക്ക് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ ഒരു വായിച്ചൊരു വായനക്കാരി എന്ന നിലയിൽ അത് സ്ഥിരമായിട്ടുള്ള ലൈറ്റ് അടിക്കുന്നുണ്ടാവല്ലേ, ചുമ്മാതെങ്കിലും പറ, അല്ല ബുക്ക് വായിച്ചോണ്ടാവും. അല്ല, ബുക്ക് വായിച്ചപ്പോ ഓഫ് കോഴ്സ് അതിനകത്തൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഈ അടുത്ത് ഒരുപാട് നാളായി, ഞാൻ ഇവിടെയും പറയാറുണ്ട്, ഞാനൊരു ബുക്ക് വായിച്ചിട്ട് കുറെ നാളായി, പക്ഷെ രോഹിതേട്ടന്റെ ബുക്ക് വായിക്കണം എന്ന് ഇങ്ങനെ ഇവരോട് ഞാൻ സത്യമായി എനിക്ക് ഗ്രീഷ്മയ്ക്കൊക്കെ ബുക്ക് തരുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ ഇത് എങ്ങനെ എടുക്കും, ഇന്നത്തെ തലമുറയല്ലേ, ഇന്നത്തെ ജനറേഷനല്ലേ. പക്ഷെ ഞാൻ ഇപ്പം ഗൗരി എന്ന് പറഞ്ഞൊരു കുട്ടി, വള്ളിയുന്നംകാരി കുട്ടിയാണ്, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇന്ദ്രജിത്ത്, അവൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇന്ദ്രജിത്ത് പറഞ്ഞ കഥകളിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ റീലൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഒരു പുസ്തകം തരുമോ എനിക്ക്. ഞാൻ അയച്ചു കൊടുത്തു. പുള്ളിക്കാരൻ ഇങ്ങനെ റീലുകൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ഞാൻ പേര് പറഞ്ഞതല്ല, ഇന്നത്തെ ജനറേഷനെ 22-21 വയസ്സുള്ള കുട്ടികൾക്ക് ഇത് ദഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതും സന്തോഷമാണ്. 80 വയസ്സുള്ള മുത്തശ്ശനും 20 വയസ്സുള്ള കുട്ടിയും ഇത് ഒക്കെയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമല്ലേ. എല്ലാവർക്കും ദഹിക്കില്ല കേട്ടോ. ഒരു സിനിമ സക്സസ് ആയ സംവിധായകന്റെ മാനസികാവസ്ഥയുണ്ട്. തമാശ പറയുന്നതല്ല ഗ്രീഷ്മേ.
ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അത് ഭീകരമായ ഹാപ്പിയാണ്. വേറെ ഒന്നിനും തരാൻ പറ്റാത്തൊരു ഹാപ്പിനെസ്. നമ്മളെന്താ പറയുക, പരമാനന്ദം എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും നിങ്ങളടക്കം എല്ലാവരുടെയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, രോഹിതേട്ടൻ എല്ലാം പറഞ്ഞു. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് കുറേ കാലം മുന്നേ ഞാൻ രോഹിതേട്ടന്റെ നവകേരളയിൽ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. 2 വർഷത്തിനകത്തായിരിക്കും. എന്നിട്ട് അപ്പൊ രോഹിതേട്ടൻ എന്നെ, ഞാനാണോ ഇന്റർവ്യൂ എടുത്തത്? അതെ, രോഹിതേട്ടൻ തന്നെ ഇന്റർവ്യൂ എടുത്ത് അതിദാരുണമായി പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ഭയങ്കര വേദനയോടെയാ തിരിച്ചിറങ്ങി വന്നത്. ഞാൻ അവിടെ വെച്ച് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയാറില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ആളെണ്ണത്തിൽ കൂടുതൽ വന്നെങ്കിൽ ഒരു പക്ഷേ കൂട്ടത്തിൽ പെർഫോമർ ആയിട്ടുള്ളവർ എടുത്തു കാണും, പണി അറിയാത്തവർ എടുത്തു കാണത്തില്ല. ഇപ്പൊ എനിക്ക് പണി അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അങ്ങനെ അപ്പൊ ഇപ്പൊ ഇത് ഗ്രീഷ്മയുടെ റിവെഞ്ച് ആണ്. അതെ അതെ, ഇത് ചിലപ്പോ കുട്ടുവിന്റെ ആത്മാവിന്റെ ഓരോ, അതെനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കണക്ട് ചെയ്യുന്നില്ല. അങ്ങനെ പറയാലോ. ഗ്രീഷ്മ മനഃപൂർവ്വം എന്നെ വിളിച്ചു വരുത്തി, കാരണം ബുക്ക് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കണ്ടാ. ഉറപ്പായിട്ടും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഓർമ്മയില്ല ഗ്രീഷ്മ. ചിലപ്പം അന്ന് ചിലപ്പോ ആളെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും കാര്യം. കുഴപ്പമില്ല, അത് രോഹിതേട്ടൻ പറഞ്ഞ പോലെ തന്നെ നന്നായി. അല്ല, അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ വിഷമം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. അല്ല, മേ ബി കാര്യം എന്താ പറയുക, എൻ്റെ അടുത്ത് ഒരാൾ ഇന്റർവ്യൂവിന് വന്നാൽ ഞാൻ കൃത്യമായിട്ട് കാര്യം പറയാറുണ്ട്. ഞാൻ കാരണം എനിക്കറിയാം ഒരാളൊരു എക്സ്പെക്ടേഷനിലായിരിക്കും വരുന്നത്. ഇപ്പൊ ചിലർക്ക് നമ്മളൊക്കില്ല, പക്ഷെ അന്നങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അല്ല, അങ്ങനെയല്ല ഗ്രീഷ്മയോട് മാത്രമല്ല, അങ്ങനെ ആരുടെയെങ്കിലും മനസ്സ് ഞാൻ കാരണം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി ഞാൻ സോറി പറയണേ. ഒരാൾ ഇന്റർവ്യൂവിന് വന്നാൽ ഒരുപക്ഷെ ഒരവസരം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കാറ്. തീരെ പറ്റാത്തവരോട് ഞാൻ കാരണങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നത് ഇന്നതാണ്, അത് നോക്കൂ, പറ്റിയില്ലെങ്കിൽ എന്നെ വിളിക്കൂ എന്ന്. ഇപ്പോൾ കൂടുതലും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളല്ല, സഹോദരങ്ങളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആവശ്യമായിട്ട് വിളിച്ച 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ഓക്കെ, വന്നിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നവർ നിൽക്കും, അങ്ങനെ പോകുന്നുള്ളതാണ്. അന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കാത്ത ഒരാൾ ഇന്ന് മറ്റൊരു ചാനലിൽ ഇരുന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നു, കോൺഫിഡൻറ്റോടെ കാലിന് മേൽ കാലൊക്കെ കയറ്റി വെച്ചിരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചിലരോടൊക്കെയുള്ള ചെറിയ നല്ല വാശികൾ സൂക്ഷിച്ചു വെച്ചിട്ട് അത് ഇതേ രീതിയിലൊക്കെ കാണിക്കുന്ന ഒരാളാണ്. എന്നെ ഇവിടെ വിളിച്ചിരുത്തിയതിന് താങ്ക് യു. ഓക്കെ.